ഹലോ ഫ്രണ്ട്സ്, രാവിലെ തന്നെ കുഞ്ഞി സഞ്ചേട്ടനും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞല്ലോ, അവർ സർപ്രൈസായിട്ട് വന്നതായിരുന്നു. അപ്പോൾ 2 ദിവസം എന്തായാലും നിന്നു. ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ ഒരു ദിവസം കൂടെ ഞാൻ പിടിച്ചു നിർത്താൻ പറ്റി കേട്ടോ. അപ്പോൾ രാവിലെ അവർ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്രീമോനും കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു കിറ്റും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാശിയാണെങ്കിൽ ടി വിയുടെ മുന്നിൽ തന്നെയാണല്ലോ. അവൻ പിന്നെ പോകാൻ സമയമായപ്പോഴൊന്ന് പുറത്തോട്ട് വന്ന് ടാറ്റ പറഞ്ഞിട്ട് അങ്ങ് പോയതേ ഉള്ളൂ. ശ്രീമോൻ്റെ വിചാരം ശ്രീമോനും കുളിച്ച് റെഡിയായിട്ട് നിൽക്കുക, അവനെ ഇപ്പോൾ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് നിൽക്കുവാണ്. ടാറ്റയും കൊടുത്ത് ബാഗും എടുത്തിറങ്ങി. അവൾ ബാഗ് എടുത്തേക്കുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് അവനും ബാഗും എടുത്തുകൊണ്ട് ഇറങ്ങിയത്. അത് ടാറ്റയൊക്കെ കൊടുത്ത് എൻ്റെ കയ്യിൽ ഇരിക്കുവാണ്. ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് അവർ പോകുന്നതിൻ്റെ. അപ്പം പെട്ടെന്ന് സഞ്ജയൻ്റെ അടുത്തും കുഞ്ഞിൻ്റെ അടുത്തും അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോകാൻ സമയമായപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നപ്പോഴത്തേക്ക് ഒരു വൃദ്ധസദനത്തിൽ നിന്ന് ഒരു പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സഞ്ജയനും കുഞ്ഞും പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ പത്തനംതിട്ട വരെ അവർക്ക് പോകണം. 2 മണിക്കൂർ കൊണ്ട് അവരങ്ങ് എത്തും. രാവിലെ മഴയൊന്നും ഇല്ലാത്തത് കാര്യമായി. പക്ഷേ ശ്രീമോനാണെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അവരങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കാശിയുടെ സ്കൂളിലേക്ക് നമുക്ക് ഫോട്ടോ വേണം. അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് പോകണേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ യൂണിഫോം ഒക്കെ ഇട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോകാൻ റെഡിയായി. അങ്ങനെ നമ്മുടെ ഇരുവരുത്തി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം ഇന്ന് ഈ വട്ടത്തെ തന്നെ ഫോട്ടോ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോഴത്തെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുത്ത് നേരെ വീട്ടിലോട്ട് പോന്നു.